ക്രിസ്തുനാഥനിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ തിരുനാളിനൊരുക്കമായുള്ള നൊവേനയുടെ പ്രാരംഭ ദിനത്തിലേക്ക് പ്രവേശിക്കാം. നമ്മളിന്ന് ഈ നൊവേന മധ്യേ സമർപ്പിക്കുന്ന നിയോഗം പരിശുദ്ധ പിതാവിൻ്റെ പ്രത്യേക നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ കർമ്മല മാതാവ് പരിശുദ്ധ പിതാവിനെയും പിതാവിൻ്റെ എല്ലാ നിയോഗങ്ങളെയും കർത്താവായ ഈശോയ്ക്ക് സമർപ്പിച്ച് മധ്യസ്ഥം വഹിക്കട്ടെന്ന് പ്രാർത്ഥിക്കാം. കർമ്മല മാതാവിൻ്റെയും പരിശുദ്ധ ഉത്തരീയത്തിൻ്റെയും ശക്തമായ സംരക്ഷണവും പരിപാലനയും പരിശുദ്ധ പിതാവ് അനുഭവിക്കട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെയും നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാരംഭ ദിനത്തിലെ നൊവേനയിലേക്ക് ഭക്തിപൂർവം നമുക്ക് പ്രവേശിക്കാം. നമ്മളിപ്പോൾ ശ്രവിക്കുന്ന തിരുവചനം രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ നിന്ന് 18-ാം അധ്യായം തിരുവചനങ്ങൾ 20-36 മുതൽ 39 വരെയും. ആഹാബ് ഇസ്രായേൽ ജനത്തെയും പ്രവാചകന്മാരെയും കാർമൽ മലയിൽ ഒരുമിച്ച് കൂട്ടി. ദഹനബലിയുടെ സമയമായപ്പോൾ ഏലിയാ പ്രവാചകൻ അടുത്തു വന്ന് പ്രാർത്ഥിച്ചു. അബ്രഹാത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും ഇസ്രായേലിൻ്റെയും ദൈവമായ കർത്താവേ, അങ്ങ് ഇസ്രായേലിൻ്റെ ദൈവമാണെന്നും ഞാൻ അങ്ങയുടെ ദാസനാണെന്നും അങ്ങയുടെ കൽപ്പന അനുസരിച്ചാണ് ഞാനിത് ചെയ്തതെന്നും അങ്ങെന്ന് വെളിപ്പെടുത്തണമേ. കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങ് മാത്രമാണ് ദൈവമെന്നും അങ്ങ് ഇവരുടെ ഹൃദയങ്ങളെ തിരിച്ചു വിളിക്കുന്നുവെന്നും അവർ അറിയുന്നതിന് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ഉടനെ കർത്താവിൽ നിന്ന് അഗ്നി ഇറങ്ങി ബലിവസ്തുവും വിറകും കല്ലും മണ്ണും ദഹിപ്പിക്കുകയും ചാലിലെ വെള്ളം വറ്റിക്കുകയും ചെയ്തു. ഇത് കണ്ട് ജനം സാഷ്ടാംഗം വീണ് വിളിച്ചു പറഞ്ഞു, കർത്താവ് തന്നെ ദൈവം, കർത്താവ് തന്നെ ദൈവം. ദൈവവചനമാണ് നാം ശ്രവിച്ചത്. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ വിശുദ്ധ ഗ്രന്ഥം വായിക്കുകയും ധ്യാനിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവരാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ പലപ്പോഴും പല ആവർത്തിയും നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രവാചകന്മാരും ദൈവത്താൽ പ്രത്യേകമാം വിധം തിരഞ്ഞെടുക്കപ്പെട്ടവരും മലമുകളിലേക്ക് കയറിപ്പോകുന്നു, അവിടെ പ്രാർത്ഥനയിലായിരിക്കുന്നു, ദൈവത്തെ അനുഭവിക്കുന്നതായിട്ട്. പർവ്വതങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടെന്ന്, മലമുകളിൽ ദൈവത്തെ അനുഭവിക്കുവാൻ സാധ്യമാകുമെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മലമുകളിൽ പ്രാർത്ഥിക്കുമ്പോൾ, പർവ്വതങ്ങളിൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേക അനുഭവമാണ് തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിനും വ്യക്തികൾക്കും ലഭിച്ചിരുന്നത്. അവർക്ക് ലഭിച്ച ആ മലമുകളിൽ നിന്ന് അവർക്ക് ലഭിച്ച ആ വലിയ ദൈവാനുഭവം അവർ മറ്റു സഹോദരങ്ങളുമായി പങ്കുവയ്ക്കുന്നതായിട്ടും നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നുണ്ട്.
പ്രിയപ്പെട്ടവരെ, നമ്മൾ വായിച്ച കേട്ട തിരുവചന ഭാഗത്ത് ദൈവത്തിൻ്റെ മലയായ കർമ്മലമലയിൽ ഏലിയാ പ്രവാചകൻ ഇസ്രായേലിൻ്റെ ദൈവമാണ് ഏകദൈവമെന്നും സത്യദൈവമെന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. കർമ്മലമലയിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് ഏലിയാ പ്രവാചകൻ വിളിച്ചു പറയുകയാണ്. ഇസ്രായേലിൻ്റെ ദൈവമാണ് ഏകദൈവമെന്നും ഇസ്രായേലിൻ്റെ ദൈവമാണ് സത്യദൈവമെന്നും ഏലിയാ പ്രവാചകൻ ആ ജനത്തെ പഠിപ്പിക്കുന്നു, ബോധ്യപ്പെടുത്തുന്നു. 1251 കർമ്മല സഭയെ നയിച്ചിരുന്ന ജനറാളച്ചൻ വിശുദ്ധ സൈമൺ സ്റ്റോക്ക് കടന്നുപോയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ മാധ്യസ്ഥം വിളിച്ചപേക്ഷിച്ചപ്പോൾ പരിശുദ്ധ കർമ്മല മാതാവ് കാർമൽ മലയിലെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരികയും ഉത്തരീയത്തിലൂടെ വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് അത് അനുഗ്രഹമായി നൽകുകയും ചെയ്തു. കർമ്മലമലയിലുണ്ടായിരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം പരിശുദ്ധ കർമ്മല മാതാവ് വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് ഉത്തരീയത്തിലൂടെ സമ്മാനിക്കുകയാണ്. ഇസ്രായേലിൻ്റെ ദൈവമാണ് ഏകദൈവമെന്നും ഇസ്രായേലിൻ്റെ ദൈവമാണ് സത്യദൈവമെന്നും പരിശുദ്ധ കർമ്മല മാതാവ് ഉത്തരീയം നൽകിക്കൊണ്ട് വിശുദ്ധ സൈമൺ സ്റ്റോക്കിനെ പഠിപ്പിച്ചു. ഈ ഉത്തരീയം വലിയ സംരക്ഷണത്തിൻ്റെ, വലിയ അനുഗ്രഹത്തിൻ്റെ, വലിയ കൃപയുടെ അടയാളമായിരിക്കട്ടെ എന്ന് കർമ്മല മാതാവ് വിശുദ്ധ സൈമൺ സ്റ്റോക്കിനെ പഠിപ്പിക്കുകയാണ്. ആ തിരുവുത്തരീയം ദൈവത്തിൻ്റെ സാന്നിധ്യവും അനുഗ്രഹവുമായി മാറിയപ്പോൾ സൈമൺ സ്റ്റോക്കിനും ഈ ലോകത്തിനു മുഴുവനുമായി പരിശുദ്ധ കർമ്മല മാതാവ് ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് നൽകുകയായിരുന്നു തിരുവുത്തരീയത്തിലൂടെ. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ദിവസവും ബലിയർപ്പിക്കുന്നവരാണ്, കുടുംബങ്ങളിൽ പ്രാർത്ഥിക്കുന്നവരാണ്. ഓരോ ബലിയർപ്പണത്തിലും ഓരോ കുടുംബ പ്രാർത്ഥനയിലും നമുക്ക് ലഭിക്കുന്ന ദൈവാനുഗ്രഹം എത്രയോ കൃപ നിറഞ്ഞതാണ്. ആ ദൈവാനുഗ്രഹം നമ്മുടെ സഹോദരങ്ങളുമായി പങ്കുവയ്ക്കുവാൻ നമുക്ക് സാധിക്കണം. കർമ്മലമലയിൽ ഏലിയാ പ്രവാചകൻ ദൈവത്തെ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ ആ ദൈവാനുഭവം ഇസ്രായേലിന് പകർന്നു നൽകിയതുപോലെ പരിശുദ്ധ കർമ്മല മാതാവ് തിരുവുത്തരീയത്തിലൂടെ വലിയ കൃപ സൈമൺ സ്റ്റോക്കിന് നൽകിയതുപോലെ ഓരോ ബലിയർപ്പണത്തിലും നമ്മുടെയൊക്കെ കുടുംബങ്ങളിലെ കുടുംബ പ്രാർത്ഥനയിലും ദൈവം വലിയ അനുഭവമാണ് നമുക്ക് നൽകുന്നത്. ഓരോ ദിവസവും നമുക്ക് ലഭിക്കുന്ന ദൈവാനുഗ്രഹം നമ്മുടെ സഹോദരങ്ങളുമായി പങ്കുവയ്ക്കുവാൻ സാധിക്കണം. തിരുവുത്തരീയത്തിലൂടെ പരിശുദ്ധ കർമ്മല മാതാവ് വലിയ അനുഗ്രഹം നമുക്ക് നൽകിയതുപോലെ ഓരോ ബലിയർപ്പണത്തിലൂടെയും കുടുംബ പ്രാർത്ഥനയിലൂടെയും നമുക്ക് ലഭിക്കുന്ന ദൈവാനുഗ്രഹം നമ്മുടെ സഹോദരങ്ങളുമായി പങ്കുവയ്ക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും കണ്ണുകളടച്ച് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം. പ്രത്യേകമായി പരിശുദ്ധ പിതാവിന് നിയോഗങ്ങൾ സമർപ്പിക്കാം. പരിശുദ്ധ കർമ്മല മാതാവ് പരിശുദ്ധ പിതാവിന് വേണ്ടിയും ആഗോള കത്തോലിക്ക സഭയ്ക്ക് വേണ്ടിയും മാധ്യസ്ഥം വഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ അനുഗ്രഹമായ തിരുവുത്തരീയത്തിലൂടെ പരിശുദ്ധ പിതാവിനെയും സഭയെയും സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സമൃദ്ധമായ അനുഗ്രഹം എല്ലാവർക്കും നേരുന്നു. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.